പോയത്. ശങ്കർ ഇപ്പൊ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമ ഞാൻ പോയി കണ്ടായിരുന്നു. ഈ ഇന്ത്യൻ 2 കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഈ പണ്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശങ്കർ എന്താ മുതൽവൻ, ശിവാജി, അന്യൻ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ സർക്കാരിൻ്റെ സിസ്റ്റത്തിൽ എങ്ങനെ അഴിമതി നടക്കുന്നു, അത് സർക്കാർ എങ്ങനെ ഒതുക്കി തീർക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ഒരു അവബോധം കിട്ടുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ കയറി വരുമ്പോൾ കൈക്കൂലി കൊടുക്കാൻ പോകുന്നു. കൈക്കൂലി എങ്ങനെയാണ് കൊടുക്കുന്നത്? മറ്റേ ഈ ഫയലിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നു. കൈക്കൂലി കൊടുക്കുമ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥ മറ്റേ പിടിക്കാനുള്ള ഉദ്യോഗസ്ഥ വരുന്നു. എന്നിട്ട് അവരുടെ കൈയെടുത്ത് മറ്റേ ഇതിൽ മുക്കുന്നു. അപ്പോൾ കയ്യിൽ പിങ്ക് നിറമാകുന്നു. ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ യുഗമാണിത്. ഒരിടത്ത് അഴിമതി നടന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ നടന്നു, എങ്ങനെ നടന്നു, അത് എവിടെ വെച്ച് നടന്നു, ഇനി ഇങ്ങനെ അഴിമതി നടക്കാൻ സാധ്യതയുണ്ടോ, കൈ മുക്കിയ ദ്രാവകം എന്താണ്, എന്തുകൊണ്ട് പിങ്ക് കളറായി എന്നുള്ളതിനെ കുറിച്ച് കീറി മുറിച്ച് പറയാനായിട്ട് നമ്മളെപ്പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതുമ തോന്നില്ല. അങ്ങനെ പുതുമ തോന്നാത്ത സാഹചര്യത്തിലാണ് ശങ്കർ ഇപ്പോഴും ലഞ്ചം, കുപ്പൈ, ഏഴൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതാണ് ഒട്ടും അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ വളർന്നു. ഈ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഔട്ട് ഓഫ് ദ മാർജിൻ സംഭവമാണ്. അവർ കാണാത്ത സാധനങ്ങൾ, ഉദാഹരണത്തിന് കൽക്കി, അവർ കാണാത്തൊരു സംഭവമാണ് ഫാൻറ്റസി. ഇനി ഒരു 100 വർഷത്തിനപ്പുറം എങ്ങനെയായിരിക്കും ലോകം, അല്ലെങ്കിൽ 2984 എങ്ങനെയായിരിക്കും ലോകം, കൽക്കി അവതരിക്കാൻ പോകുന്നു, അത് കാണണം. അത് നമ്മൾ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചരിത്രം കാണിക്കണം. ഇപ്പം RRR പോലുള്ള പടങ്ങളുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ്, കുറച്ചുകൂടെ ഫാൻറ്റസി കലർത്തി കാണിക്കണം, അങ്ങനെ കാണിക്കണം. അപ്പോൾ